ചേട്ടാ, ഗ്രോക്ക് സത്യം പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ അടുപ്പുകൂട്ടി ചർച്ചയിൽ വലിയ ആഘോഷമായിരുന്നു. ഗ്രോക്കിനോട് ചോദിക്കുന്നു, മോദി എങ്ങനെയുണ്ട്, മോദി ഫാസിസ്റ്റാണ്, നരാധവനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിവരണങ്ങൾ എല്ലാവരെയും പോലെ പറയുന്നു എന്നാണ് അവരുടെ ആഘോഷം. ഗ്രോക്ക് എന്ന് പറഞ്ഞാൽ എലോൺ മസ്കിൻ്റെ ചാറ്റ് ബോട്ടാണ്, എക്സിലുള്ള ചാറ്റ് ബോട്ട്. അതിനകത്ത് അവർ ആഘോഷിക്കാൻ കാരണം ഗ്രോക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എലോൺ മസ്കാണ്. മസ്ക് ട്രംപിൻ്റെ ഫ്രണ്ടാണ് മോദി. ആഘോഷിക്കാൻ ഇതിലേറെ എന്ത് വേണം? അത് ഈ മനുഷ്യർ ഡെസ്പറേറ്റ് ആയി കഴിയുമ്പോൾ അവർ കിട്ടിയതെല്ലാം ആഘോഷിക്കും. ഞാൻ എൻ്റെ മൊബൈലിൽ 3-4 ചാറ്റ് ബോട്ടുകളുണ്ട്. ആദ്യം ഇറങ്ങിയ ചാറ്റ് GPT, ജെമിനി, മെറ്റ, ഗ്രോക്ക്. ഇവരൊക്കെ ചെയ്യുന്നത് ടോട്ടൽ ഇൻ്റർനെറ്റിലുള്ള ഇൻഫർമേഷൻ ആവുന്നത്ര കളക്ട് ചെയ്ത് കൊളേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ഉണ്ടല്ലോ, നമ്മുടെ സിമ്പിൾ ഗൂഗിൾ സെർച്ച് നടത്തി കഴിഞ്ഞാൽ ആദ്യം വരുന്ന റിപ്ലൈ ഒരു AI റിപ്ലൈ ആണ്. അത് കഴിഞ്ഞ താഴെയാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. നേരത്തെ ഇതെല്ലാം കൂടെ വരുമായിരുന്നു, എന്നിട്ട് താഴെ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഓപ്ഷൻസ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആദ്യം ഒരു AI റിപ്ലൈ വരും, ഒരു ബ്രീഫായിട്ട്. അതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ബാക്കി സാധനങ്ങൾ നിങ്ങൾക്ക് വിടാം. മറ്റേത് നമ്മൾ അങ്ങനെയല്ല, 10-15 വെബ്സൈറ്റുകൾ അവർ തരും. അതിലൊക്കെ കയറി നോക്കിയിട്ട് നമ്മളൊരു കൺസോളിഡേറ്റ് ചെയ്ത് ഉത്തരം ഉണ്ടാക്കണം. ഇതിപ്പോൾ ഈ ജോലി AI ചെയ്യുന്നു. ബട്ട് അത് ചെയ്യുമ്പോൾ പോലും AIയുടെ ഇൻപുട്ട് എന്താ? ഈ സൈറ്റുകൾ തന്നെയാണ്. ഈ സൈറ്റുകൾ അത് വായിച്ചിട്ട് അതിൽ നിന്നൊരു സിനോപ്സിസ് ഉണ്ടാക്കും. അപ്പോൾ ഗൂഗിളിൽ നേരത്തെ മുതൽ തന്നെ നരേന്ദ്രമോദി ഫാസിസ്റ്റാണ്, നരാധവനാണ് എന്നുള്ള ആർട്ടിക്കിൾസാണ് കൂടുതൽ. ബിക്കോസ് ഗൂഗിൾ ഈസ് കൺട്രോൾഡ് ബൈ ലെഫ്റ്റ് ലിബറൽ വോക്ക് ഇക്കോസിസ്റ്റം. ഗൂഗിൾ അവരുടെ കയ്യിലാണ്, മെറ്റ അവരുടെ കയ്യിലാണ്, ഫേസ്ബുക്ക് അവരുടെ കയ്യിലാണ്, ട്വിറ്റർ അവരുടെ കയ്യിലായിരുന്നു. ഇലോൺ മസ്ക് എടുത്തിട്ട് അത് എക്സാക്കി കുറച്ചൊരു ബാലൻസ് കൊണ്ടുവന്നു. ബട്ട് അത് അവർ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബാലൻസിങ് ആണ് നടത്തിയത്. ഇന്ത്യ അവരുടെ വലിയൊരു കൺസേൺ അല്ല. ഇന്ത്യ വോക്കുകൾക്ക് ഒരു കൺസേണാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തെ അട്ടിമറിക്കണം, അത് ചെയ്യണം, സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിലും മസ്കിൻ്റെ തലത്തിലൊന്നും ഇന്ത്യ ഒരു വിഷയമല്ല. അവിടെ ഇടപെടാനൊന്നുമില്ല, അവിടെ നടക്കുന്നുണ്ടല്ലോ, മതി. അപ്പോൾ മസ്ക് ഈ ഗ്രോക്ക് ഉണ്ടാക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു പാര വെച്ചു. ഈ ഗ്രോക്ക് ഉണ്ടാക്കുന്നതിൽ മസ്കിന് ഒരു പങ്കും ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാക്കുന്നു. പുള്ളി 4 പിള്ളേരെ വിളിച്ചിട്ട്, എടാ നമുക്കൊരു സാധനം വേണം, ചെയ്യാൻ ചേട്ടാ. ഇതാണ് പുള്ളിയുടെ പരിപാടി. ഇപ്പോൾ പുള്ളി സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നതും മസ്കിരുന്നാണ് സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നത്. രാവിലെ എണീറ്റ് കൊട്ടുപടി ഗുളിയായിട്ട്. അതെ. ഇപ്പം നാസ കൊണ്ടുപോയി സുനീത വില്യംസിനെ ആകാശത്ത് വിട്ടു. ഇറക്കാൻ ആളില്ല, ഇറക്കിയത് മസ്കാണ്. അവരുടെ സ്റ്റാർ എന്താ അതിൻ്റെ പേര്, ആ സാധനം പോയിട്ടാണ് ഫൈനലി സ്പേസ് എക്സ് പോയിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് മസ്കാണ്. ഒന്നുമല്ല. മസ്കിൻ്റെ സ്വന്തം കാർ ഡിസൈൻ ചെയ്യുന്ന മസ്കാണ്, ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ ജെമിനിയോട് ചോദിച്ചു, വൈ ഇന്ത്യൻ ക്രിസ്ത്യൻസ് സപ്പോർട്ട് ഇസ്രായേൽ? ഇതാണ് എൻ്റെ ചോദ്യം. ജെമിനി ഉത്തരം പറഞ്ഞു, ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയല്ല. വലിയൊരു സെക്ഷൻ അത് പാലസ്തീൻകാരെയും സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. ഞാൻ പറഞ്ഞു, ഏതാണ് ഈ വലിയൊരു സെക്ഷൻ? റോമൻ കത്തോലിക്ക സഭയാണോ, ഓർത്തഡോക്സ് സഭയാണോ? ഇവരൊക്കെയാണ് ഇന്ത്യയിലെ വലിയ സഭകൾ. അപ്പോൾ അവർ പറഞ്ഞു, അല്ല വലിയ സഭകളൊന്നുമില്ല, പക്ഷേ ഒരു ജോൺ മസ്കുരനാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിഷപ്പിൻ്റെ പേരൊക്കെ തന്നിട്ട്. ജെമിനി വാസ് വാക്കിംഗ് ബാക്ക്. ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ജെമിനി കൂടുതൽ കൺസീഡ് ചെയ്ത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ചെറിയൊരു സംഘമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ചെറിയ സംഘമേ, ഐ ആം യെറ്റ് ടു സീ ദം. അല്ല, അത് അവർ വോക്കലല്ല, അവർ പേടിച്ചിട്ടാണ്. ഞാൻ ചോദിച്ചു, ആരെ പേടിച്ചിട്ടാണ്? പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ തിങ് ഇൻ ഇന്ത്യ. പിന്നെ ഇവർക്ക് എന്താ പേടി?
അല്ല അത് ഹിസ്റ്റോറിക്കലി അവർക്കുള്ള ഇതാണ്, അവരൊറ്റപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ജെമിനി ജെമിനി ഉരുളാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ജെമിനി എന്നിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്, എനിക്ക് ഇൻഫർമേഷൻ തരികയല്ല. ജെമിനി ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ വൈസ് ദ മോർ ഐ ആസ്ക് ജെമിനി ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാൻ ഇതിൽ ഗ്രോക്കിൽ നരേന്ദ്രമോദി ആരാണ്, ഫാസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ഷുവർ ഐ വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ് ആൻസർ. ഇപ്പോൾ എടുത്ത് നോക്കണം, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. വേണം നോക്കാം. ഗ്രോക്ക് എൻ്റെ മൊബൈലിലുണ്ട്. ദേ സുദീർഘമായ ഇതാണ് ഗ്രോക്ക് എഴുത്തത്. എൻ്റെ ചോദ്യം സിമ്പിളാണ്. ഈസ് മോദി ഫാസിസ്റ്റ്? കോളിംഗ് നരേന്ദ്രമോദി എ ഫാസിസ്റ്റ് ഈസ് എ ചാർജ്ഡ് ക്ലെയിം. ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു അവകാശവാദമാണ്. ദാറ്റ് ഹിഞ്ചസ് ഓൺ ഹൗ യു ഡിഫൈൻ ദ ടേം ആൻഡ് ഇൻ്റർപ്രറ്റ് ഹിസ് ആക്ഷൻസ്. ഫാസിസത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനേഷൻ, നരേന്ദ്രമോദിയുടെ ആക്ഷന് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം, ഇതനുസരിച്ച് നിങ്ങൾക്ക് ഫാസിസ്റ്റ് എന്നോ അല്ലെന്നോ പറയാം. ഈ ഉത്തരം തെറ്റാന്ന് പറയാൻ പറ്റുമോ? അതെ അതെ, നിങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ചാണ്. ഫാസിസം ഹിസ്റ്റോറിക്കലി ഇൻവോൾവ്സ് എ ഡിക്റ്ററ്റോറിയൽ ലീഡർ, suppression of opposition, nationalism and centralized control, often with a cult of personality. Think Mussolini or Hitler. ഇവരൊക്കെയാണ് ഫാസിസ്റ്റ് പെരുമാറ്റമുള്ളവർ. മോഡിസ് ക്രിട്ടിക്സ്, മോദിയുടെ വിമർശകർ, ത്രോ ദ ലേബൽ അറൗണ്ട്, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ടു സീ ഇഫ് ഇറ്റ് സ്റ്റിക്സ്. ഇവർ ഈ ഫാസിസം എന്ന ചെളി വാരി എറിയുന്നുണ്ട്, പക്ഷേ അത് മോദിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ആൻസർ ഫ്രം ഗ്രോക്ക്. അപ്പോൾ അടുപ്പൂട്ടുകാർ ഇനി എന്ത് ചെയ്യും? സി, ഇത് ചാറ്റ് ബോട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ചാറ്റ് ബോട്ട് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ചാറ്റ് ബോട്ടിനോട് തന്നെ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ. ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് AI. ജെമിനി എനിക്ക് ഉത്തരം തന്നു. അത് ഞാൻ മെല്ലെ പഠിച്ചു. ജെമിനി ഉത്തരങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു വിത്തിൻ 15 മിനിറ്റ്സ് എനിക്ക് ഏകദേശം ഈ AI എന്ന് എല്ലാവരും പറയുന്നില്ലേ, എന്ത് കുന്തമാണിത്, ഒരു ഏകദേശ ധാരണ കിട്ടി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡാണ് ചാറ്റ് GPT. ചാറ്റ് GPTയെ കൊണ്ട് പടം വരപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. ജെമിനി അത്രയൊന്നും ആയിട്ടില്ല. ഞാൻ കണ്ടതിൽ ചാറ്റ് GPT, ജെമിനി, മെറ്റ, ഇപ്പോൾ ഗ്രോക്ക്, അതിലേറ്റവും സ്മാർട്ട് ചാറ്റ് GPT തന്നെ. കോപ്പൈലറ്റ് ഉണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ. ഏറ്റവും സ്മാർട്ട് ചാറ്റ് GPT ആണ്. കാരണം അവരാണ് ആദ്യം തുടങ്ങിയതെന്ന് തോന്നുന്നു. ഇവരാകെ ചെയ്യുന്ന, ഇവർ നമ്മളിൽ നിന്ന് പഠിച്ചിട്ട് അത് കൊലേറ്റ് ചെയ്ത് കറക്റ്റ് ഉത്തരങ്ങൾ ആക്കും. നെക്സ്റ്റ് ഡേ അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും, അതുകൂടെ ചേർത്തിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ വലിയൊരു എസ്സേ തന്നെ ഗ്രോക്ക് എഴുതി തന്നിട്ടുണ്ട് മോദിയെ പറ്റി, ഫാസിസത്തെ പറ്റി. ബട്ട് അവരുടെ പറച്ചിൽ ഇതേ ഉള്ളൂ, ഓപ്പോസിഷൻ ഇങ്ങനെ ആരോപിക്കുന്നുണ്ട്, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പറ്റിപ്പിടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ചാറ്റ് GPTക്ക് 2-3 ദിവസം കൊണ്ടൊരു മാറ്റം വന്നു. അല്ല, ഇത് ഗ്രോക്കാണ്. ചാറ്റ് സോറി, ഗ്രോക്കിന് മാറ്റം വരും, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും, മാറ്റം വരും. ഞാൻ ഇവരോട്, ജെമിനിയോട് തന്നെ ചോദിച്ചു, ഇംഗ്ലണ്ടിൽ ഒരേ കുറ്റത്തിന് മുസ്ലിങ്ങൾക്ക് കുറവ് ശിക്ഷയുണ്ടോ? ഓ, ജെമിനി അങ്ങ് പൊട്ടിത്തെറിച്ചു. ഹൗ ക്യാൻ ഇറ്റ് ബി, അത് കോൺസ്റ്റിറ്റ്യൂഷൻ മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, യു ഹാവ് നോട്ട് ആൻസേർഡ് മൈ ക്വസ്റ്റ്യൻ. ഇംഗ്ലണ്ടിൻ്റെ മഹത്വമല്ല ഞാൻ ചോദിച്ചത്, ഒരേ കുറ്റത്തിന് മുസ്ലിങ്ങൾക്ക് കുറവ് ശിക്ഷയുണ്ടോ? അപ്പോൾ ജെമിനി താഴെ വന്നു, ഇല്ല, കുറ്റങ്ങൾക്കെല്ലാം ഒരേ ശിക്ഷ തന്നെയാണ്, പക്ഷേ ആ ശിക്ഷ കൊടുക്കുമ്പോൾ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ നോക്കും. ഞാൻ പറഞ്ഞു, എന്താണ് ഈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്? ക്രിമിനൽ കേസിൽ ശിക്ഷിക്കുമ്പോൾ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൗ യു ഹാവ് ഡിഫൈൻഡ് ഇറ്റ്? ജെമിനി പറഞ്ഞു, അതിനങ്ങനെ ഡെഫിനിഷനൊന്നുമില്ല, എന്നാലും അയാളുടെ മാനസികാവസ്ഥ, എവിടെ നിന്നാണ് അയാൾ വന്നത്, അയാളുടെ മറ്റ് പാരമ്പര്യം, അത് ഇത്. ഞാൻ പച്ചയ്ക്ക് അങ്ങ് ചോദിച്ചു, ഡു യു മീൻ റിലിജിയൻ? റിലിജിയൻ ഓൾസോ ഈസ് എ കൺസിഡറേഷൻ. ഞാൻ പറയും, ദാറ്റ് ഈസ് വാട്ട് ഐ ആസ്ക്ഡ് യു. മുസ്ലിങ്ങൾക്ക് ശിക്ഷ കുറവാണോ എന്ന്. അല്ല, മുസ്ലിം എന്നുള്ളതിലല്ല, അത് പല രീതിയിൽ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ചുരുക്കി പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് ശിക്ഷ കുറവാണ് ഇംഗ്ലണ്ടിൽ. ഒരേ കുറ്റം വെള്ളക്കാരൻ ചെയ്താലും ഇന്ത്യക്കാരൻ ചെയ്താലും മുസ്ലിം ചെയ്താലും
മുസ്ലിമിന് ശിക്ഷ കുറവാണ് ബിക്കോസ് ഓഫ് ഹിസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് മതം ആണ്. അത് ഇംഗ്ലണ്ടിലുണ്ട്. ആ ഇൻഫർമേഷൻ മറ്റ് വഴിക്ക് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ജെമിനിയോട് ഞാനിത് കുത്തി 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 ചോദിച്ച് ജെമിനിയെ അവസാനം റിലിജിയൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, കൾച്ചർ കളഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു വ്യത്യാസമുണ്ട്, ശിക്ഷയിൽ വ്യത്യാസമുണ്ട്. ദിസ് ഈസ് ചാറ്റ്ബോട്ട്. ഇവർക്ക് അവരുടേതായ ഇതുണ്ട്, ബയാസുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് എല്ലായ്പ്പോഴും ആ ബയാസ് എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനും ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ChatGPT-യോട് ഞാൻ ChatGPT-യിൽ ഓപ്ഷനുണ്ട് ക്യാരക്ടർ അനാലിസിസ്. ഞാൻ ChatGPT-യോട് പറഞ്ഞു എൻ്റെ ക്യാരക്ടർ ഒന്ന് അനലൈസ് ചെയ്തെന്ന്. ChatGPT റിഫ്യൂസ്ഡ്. അങ്ങനെ ക്യാരക്ടറൊന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു യു ഹാവ് ഗിവൺ ആൻ ഓപ്ഷൻ ക്യാരക്ടർ അനാലിസിസ്. അല്ല, അത് പക്ഷേ വ്യക്തികളുടെ സ്വഭാവം അങ്ങനെ അനലൈസ് ചെയ്യുന്നത് ശരിയല്ല. ദാറ്റ് ഈസ് ഇൻട്രൂഡിങ് ഇൻ ടു യുവർ പ്രൈവസി. I said, I am allowing you to intrude into my privacy. എനിക്ക് പ്രശ്നമില്ല, നിനക്കാണോ പ്രശ്നം? And tell me what is my character, honestly. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, പക്ഷേ നിങ്ങളുടെ ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു മിനിമം ഇൻഫർമേഷൻ തരാം. ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് 2015 മറ്റൊരു ഫോട്ടോ, അപ്പം കിട്ടിയൊരു ഫോട്ടോ കൊടുത്തതാണ്. അവർ കറക്റ്റായിട്ട് പറഞ്ഞു ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് 2010-നും 20-നും ഇടയ്ക്കാണ്. ഈ ആൾ വെച്ചിരിക്കുന്ന സ്പെക്ടക്കിൾസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സ്പെക്ടക്കിൾ ഇൻ ദ വേൾഡ്. ഈ സ്ക്വയർ ഫ്രെയിം വിത്ത് താഴെ ഫ്രെയിം ഉണ്ടാകും, ചിലപ്പോൾ ഗ്ലാസ് മാത്രമായിരിക്കും, ഇങ്ങനെയൊക്കെ ആ ഗ്ലാസിൻ്റെ മാത്രം. പിന്നെ ഞാൻ കുത്തിയ മൈക്ക്, ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ എ മീഡിയ പേഴ്സണാലിറ്റി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ന്യൂസ് പേപ്പറൊക്കെ കാണുന്നു. സോ ഇറ്റ് വി ആർ ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് ദിസ് ഈസ് എ മീഡിയ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്രോക്സിമേറ്റ്ലി അവർ ട്രേസ് ചെയ്ത് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ വിട്ടു. അത് കവിഞ്ഞുള്ള ഈ ക്യാരക്ടർ അനാലിസിസ് ജോത്സ്യൻ്റെ അടുത്ത് പോകുന്ന പോലെയാണ് ChatGPT-യോട് ചോദിക്കുന്നത്. എനിവേ ദിസ് ഈസ് വാട്ട്. ഇപ്പോൾ ഇതൊക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ മീഡിയ വണ്ണിന് ഇത് ആഘോഷിക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മോദി ഫാസിസ്റ്റ് എന്നാണ് വരുന്നത്. അത് ചിലപ്പോൾ ആഘോഷിച്ചെന്ന് വരും അവർ, കാരണം വേറെ ഒന്നുമില്ല ആഘോഷം. അല്ല, അവർ പറഞ്ഞ അങ്ങനെയല്ല. ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്നിട്ടും പറയുന്നു, അതാണ് ലോജിക്ക്. ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് ഈ ഗ്രോക്കിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇലോൺ മസ്കിൻ്റെ അഭിപ്രായമാണ് എന്നവർ ധരിച്ചിരിക്കുന്നു. അങ്ങനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ടെക്നോളജി. അതാണ് ഇതിൻ്റെ പ്രധാന സംഗതി. ഈ പറഞ്ഞ അതിൽ ചർച്ചയിലിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത്രയും കാമ്പയിൻ നടത്തുന്ന ആളുകൾക്ക് ഇത് അറിഞ്ഞുകൂടാഴികയല്ല. ഒരു നാരേറ്റീവ് അങ്ങനെ ഉണ്ടാക്കുക. ട്രംപിൻ്റെ കൂട്ടുകാരനായ മസ്കിന് പോലും പറയേണ്ടി വന്നിരിക്കുന്നു മോദി കുഴപ്പമാണ്. ഇത്ര പുവർ നരേറ്റീവ് അത് തിരിച്ചടിക്കും എന്നുള്ള ബോധം അവർക്കില്ലേ? ഒരു ദിവസം ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. ആൻഡ് ഹൂ ഈസ് ലുക്കിംഗ് അറ്റ് ദിസ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ്? ഐ ഡോണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെയാണ് കാണുന്നത്. അത് ബിക്കോസ് ഇറ്റ് ഡിസ്റ്റർബ്സ് യു. യു ഹാവ് എ ടെൻഡൻസി ടു അവനെന്ത് പറഞ്ഞു. എനിക്ക് ആ ഒരു ഇതൊന്നുമില്ല. അവൻ എന്ത് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. അത് ഏതായാലും ഗ്രോക്ക് വന്നിട്ട് നമ്മൾ ABC-യിൽ ഗ്രോക്കിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ള ഒരു പരാതി പ്രേക്ഷകർക്കുണ്ടായിരുന്നു. നമ്മൾ ഗ്രോക്കിനെ കുറിച്ചും പറഞ്ഞു. അല്ല, ഗ്രോക്ക് വി ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ മൈ മൊബൈൽ. ഗ്രോക്ക് തന്ന ആൻസർ ഇനി വേണമെങ്കിൽ ജെമിനിയുടെയോ ChatGPT-യുടെ ആൻസർ വേണമെങ്കിൽ കാണിക്കുക. ഇറ്റ് ഈസ് ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ കൊളേറ്റ് ചെയ്ത് അവർ നിങ്ങൾക്ക് തരുന്നതാണ്. അതിനകത്ത് ഓഫ് കോഴ്സ് യൂറോപ്യന്മാരുടെ ഒരു ബയാസും ഉണ്ട് താനും. നൗ വാട്ട് ഐ വുഡ് റിക്വസ്റ്റ് ഈസ്, എവിടെ ഇന്ത്യയുടെ ChatGPT, ജെമിനി, ഇതൊക്കെ ലെറ്റ് ദാറ്റ് കം. 6 മാസത്തിനകം വരുമെന്നാണ് മന്ത്രി പറയുന്നത്. വരട്ടെ. ദാറ്റ് ഈസ് വാട്ട്. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകാതെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ. എൻ്റെ ഒരു സംശയം, നമ്മുടെ ഒരു ചാറ്റ് ബോട്ട് വന്നു കഴിഞ്ഞാലും അതും ഗാദർ ചെയ്യാൻ പോകുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ ഇൻഫർമേഷൻസ് അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇത്തരം മറുപടികൾ വന്നുകൂടെ? അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണം. ആ ഇൻ്റലിജൻസ് ബേസിക്കലി ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ്. ഏത് സാധനം പിക്ക് ആൻഡ് ചൂസ് ചെയ്യണം, എവിടെ മോഡറേറ്റ് ചെയ്യണം, ഏത് ഫാക്ടറി ചെയ്യണം, ഇതെല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ് ഇവനെ. ഇത് 100% ജെനുവിനും സ്ലോലി ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ഇൻ്റലിജൻറ്റ്. അപ്പം 100% ജെനുവിനും ഇൻഡിപെൻഡൻറ്റും ട്രാൻസ്പെറൻറ്റും ആണ് AI എന്ന് പറയാൻ പറ്റില്ല.
അങ്ങനെയില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു അതിന്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയതാരാ? ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ് ഉണ്ടാക്കിയിട്ട് പിന്നെ കിട്ടുന്ന ഇൻപുട്സ് വെച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് അതിൻ്റെ ഇൻ്റലിജൻസ് കൂടി വന്നിട്ട് ഒറിജിനലി അവൻ്റെ മാസ്റ്ററിനേക്കാൾ അവൻ ഇൻ്റലിജൻ്റ് ആകും. ഏതായാലും തുടക്കത്തിൽ മാസ്റ്ററിൻ്റെ ഒരു സ്വാധീനം ചിലപ്പോൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഉണ്ടാവണം. അങ്ങനെയാണ് നരേറ്റീവ് സൃഷ്ടിക്കുന്നത്. മനുഷ്യനുണ്ടാക്കിയതാണ് കാൽക്കുലേറ്റർ. ബട്ട് കാൽക്കുലേറ്റർ ഉണ്ടാക്കിയ ആളിനോട് 470 × 2300 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയില്ല. പക്ഷേ അയാൾ ഉണ്ടാക്കിയ കാൽക്കുലേറ്റർ പറയും. സോ കാൽക്കുലേറ്റർ ബിക്കെയിം മോർ ഇൻ്റലിജൻറ്റ് ദാൻ ദ മാൻ ഹു മെയ്ഡ് ദ കാൽക്കുലേറ്റർ. ഇതാണ് AI സംഭവിക്കുന്നത്. ഈ യന്ത്രം ബേസിക്കലി ഉണ്ടാക്കിയത് നിങ്ങളാണ്. ബട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് നിങ്ങളെക്കാൾ ഇൻ്റലിജൻ്റായി, ഫാസ്റ്റായി. ദിസ് ഈസ് വൺ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ യുവർ കൺട്രോൾ. കാൽക്കുലേറ്റർ സുനിലിൻ്റെ കയ്യിലാണ്. കാൽക്കുലേറ്ററിൻ്റെ സ്വിച്ച് സുനിലിൻ്റെ കയ്യിലാണ്. കാൽക്കുലേറ്റർ വലിച്ച് പൊട്ടിക്കാൻ സുനിലിന് സാധിക്കും. അതോടെ കാൽക്കുലേറ്ററിൻ്റെ കഥ കഴിയും. സോ യു ആർ ദ മാസ്റ്റർ. ബട്ട് ഇത് ഈ സൈബർ ലോകത്ത് പോയി കഴിയുമ്പോഴുണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാൽക്കുലേറ്ററിന് ചിറക് മുളച്ചിട്ട് അത് പറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്. അങ്ങനെ പോയി കളയും. ദാറ്റ് ഈസ് ദ റിസ്ക് ഇൻവോൾവ്. എനിവേ ഇറ്റ് ഇസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി. ഞാനത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊന്നും കൃത്യമൊന്നും അല്ല. എന്നാലും ആളുകൾക്കൊരു സാമാന്യ ജ്ഞാനം ഉണ്ടാകാൻ ഇത് നമ്മുടെ ഈ സഹായിക്കും. സാമാന്യ ജ്ഞാനം ഉണ്ടാകാൻ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഗ്രോക്ക്, ജെമിനി ചോദിക്കാതെ തന്നെ നിങ്ങൾ SMS കയറിയിരിപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മെറ്റ ചോദിക്കാതെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ ഉണ്ട്. ChatGPT ChatGPT ഇൻഡിപെൻഡൻ്റ് ഉണ്ട്. ChatGPT കണക്റ്റഡ് വിത്ത് ഗൂഗിൾ ഉണ്ട്. ബോത്ത് യു ക്യാൻ ഡൗൺലോഡ്. ChatGPT കണക്റ്റഡ് വിത്ത് ഗൂഗിളാണ് കുറച്ചുകൂടെ നല്ലത്. ഡൗൺലോഡ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഞാൻ ChatGPTയോട് ചോദിച്ചു. ChatGPT നുണ പറയും കേട്ടോ, ഭീകരമായിട്ട് നുണ പറയും. ഞാൻ ChatGPTയോട് ചോദിച്ചു, പലരോടും ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ChatGPTയോട് ചോദിച്ചത്. ജനിച്ചാൻ ധൂമകേതു പോൽ ഒരു ശ്ലോകത്തിൻ്റെ 4ാമത്തെ വരിയാണ്. ബാക്കി 3 വരി ഓർമ്മയിലില്ല. അപ്പം നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് മറന്നുപോയി ഇങ്ങനെ. ഞാനിത് 2-3 പേരോട് മലയാളം അറിയാവുന്നവർ ചോദിച്ചു, കിട്ടിയില്ല, ഇതുമില്ല. അപ്പോഴാണ് ഞാൻ ChatGPTയോട് ചോദിച്ചു. ChatGPT പറഞ്ഞു, ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർപ്പണ ദർശനം എന്ന കൃതിയിലുള്ള വരിയാണ്. ദർപ്പണ ദർശനമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ 3 എൻ്റെ കയ്യിലുണ്ട്. ടി ഭാസ്കരൻ്റെ വിദ്യോധിനി വ്യാഖ്യാനം, മുനിനാരായണ പ്രസാദിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വ്യാഖ്യാനം, പിന്നെ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനം. ഈ 3ലും ദർപ്പണ ദർശനം എന്ന് പറയുന്നൊരു നോൺസെൻസ് ഇല്ല. എന്താ ദർപ്പണ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയുടെ ദർശനം. എന്താ ഇത്? അങ്ങനൊരു സാധനമില്ല. പിന്നെ ഞാനത് കണ്ടുപിടിച്ചു. അത് AR രാജരാജവർമ്മയുടെ ഭാഷാകുമാരസംഭവം എന്നുള്ള കൃതിയിൽ നിന്നാണ്. ദൈത്യൻ മർത്യൻ നിൻവരത്താൽ ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകമാണ്. അതിൻ്റെ അവസാനത്തെ വരിയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് കിട്ടി. ബട്ട് ChatGPT മിസ്ലീഡ് ചെയ്തു തന്നെ. ഗുരുവിൻ്റെ പേരിൽ കൃതി ഇത് അറിഞ്ഞുകൂടാത്ത പിള്ളേരാണെങ്കിൽ ഇത് കോട്ട് ചെയ്ത് വിശ്വസിക്കും. കാരണം ദർപ്പണ ദർശനം എന്ന കൃതി, അപ്പോൾ ഇതെന്തോ മഹാകാര്യമാണെന്ന് പറഞ്ഞ് പിള്ളേരങ്ങ് വീഴുന്നു. അത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം ഈ റോങ് ഇൻഫർമേഷൻ തന്ന് നമ്മളെ കുഴപ്പത്തിലത്. ഞാൻ ChatGPTയോട് പറഞ്ഞു, ദ ആൻസർ വിച്ച് യു ഹാവ് ഗിവൻ ഈസ് റോങ് എന്ന് പറഞ്ഞു. ChatGPT പറഞ്ഞു, ഇറ്റ് കുഡ് ബി റോങ് ബട്ട് ദിസ് ഈസ് ദ ആൻസർ വിച്ച് വി ഗോട്ട്. നമ്മുടെ കയ്യിലുള്ള ഉത്തരവാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവല്ലോ ഞാൻ ചോദിച്ചു, ഈ സാധനം എവിടെയാണ്? യുവർ ആൻസർ ഹാസ് ടു ബി ഓത്തൻറ്റിക്. ChatGPT കൃത്യമായിട്ട് പറഞ്ഞു, വി ആർ സ്ലോലി ഡെവലപ്പിംഗ് അവർ മലയാളം, ദെർഫോർ ഇറ്റ് കുഡ് ബി റോങ്. എന്നാൽ അത് പറയണ്ടേ? ഞങ്ങൾക്ക് മലയാളം അറിയില്ല. അല്ല, ഈ മലയാളം വാക്ക് അവർക്ക് മനസ്സിലാവും. ChatGPTയിൽ ഈ വരി ചേട്ടൻ മലയാളത്തിലാണ് കൊടുത്തത്. അതെ, മലയാളം വായിക്കുമോ ChatGPT? ChatGPT വായിക്കും, ഇവർ വായിക്കില്ല. മെറ്റ, ജെമിനി, ഗ്രോക്ക് ഇല്ല, അതെനിക്കറിയാം. ഞാൻ ChatGPT മലയാളം ഞാൻ കൊടുത്തിട്ടില്ല. മലയാളം അറിയാം. ChatGPT മലയാളം അറിയാം അല്ലേ? ഏതായാലും അറിയാമെന്ന് വെച്ചാൽ
ഈ പറഞ്ഞ മാതിരിയുള്ള മലയാളം ബി കെയർഫുൾ. നമുക്കാദ്യം മലയാളം അറിയാമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചാറ്റ് ജി പി ടിയോട് മലയാളം ചോദിക്കാൻ. ചാറ്റ് ജി പി ടി പറയുന്ന ഉത്തരം തെറ്റായിരിക്കാം. നമ്മുടെ കയ്യിൽ ശബ്ദധാരാവലി ഉണ്ടാവണം, അമരകോശം ഉണ്ടാവണം, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി നമ്മളെ കുഴിയിൽ ചാടിക്കും. ഏതായാലും സന്തോഷം ചേട്ടാ, ഇതൊരു രസകരമായ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വർത്തമാനമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.